ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചെത്തി ഹാർബർ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. അതിമനോഹരമായ ബീച്ചാണ്. ഇവിടെ മത്സ്യം വാങ്ങുവാനും എടുക്കാനും ഇതാ ടെട്രാപോഡ് ഒക്കെ ഇറക്കി ഇവിടെ നല്ല ഹാർബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട്. അതിമനോഹരമായ ബീച്ച്, എത്ര സുന്ദരമായ ബീച്ചാന്ന് നോക്കി. മീൻ പോകുന്ന വള്ളങ്ങൾ അതിരാവിലെ 9:30 മുതൽ 11:30 വരെ വന്നാൽ ഇവിടെ നല്ല കടൽ മത്സ്യങ്ങൾ വാങ്ങിക്കാം. നല്ല ജീവനുള്ള കടൽ മത്സ്യങ്ങൾ. ഇതൊക്കെ പോകാൻ റെഡിയായി കിടക്കുന്ന വള്ളങ്ങളാണ്. എത്ര മനോഹരമായ ബീച്ച്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കണ്ടോ, അതിമനോഹരമായ നീണ്ടുനിവർ കടൽ. ഇതാണ് ചെത്തി ബീച്ച് കണ്ടോ. ഇത് വലിയ വള്ളങ്ങൾക്കും വലിയ ബോട്ടുകൾക്കും ഒക്കെ അടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഹാർബർ, ഇങ്ങനെ ടെട്രാപോഡ് അടുക്കി ഉണ്ടാക്കുന്നത്. വലിയ ബോട്ടുകൾ, അതായത് വലിയ തുണ്ടുമീൻ, അതായത് പീസ് മീനൊക്കെ കിട്ടുന്ന വലിയ മത്സ്യങ്ങൾ വരുന്ന ബോട്ടുകൾക്കൊക്കെ അടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളെ പിടിക്കുന്ന ചെറിയ സ്പോഞ്ച് പോലത്തെ ചെറിയ വള്ളങ്ങളിൽ പോകുന്ന ഇതുണ്ട്. അതാണ് ചെറിയ സ്പോഞ്ച് പോലത്തെ ചെറിയ വള്ളമുണ്ട്. ഇവിടുത്തെ പോയാണ് മത്തി, അയില ഒക്കെ പിടിച്ചോണ്ട് വരുന്നത്. ഇത്രയും ചെറിയ ഇതല്ലേ കടലിൽ പോകുന്നത് അല്ലേ? ഈ ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ട് എന്നാ പോകുന്നത്? ഓഹോ 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 ഓഹോ. ഇത് നേരെ ഇരിക്കുന്ന ഇത് റെഡിയാക്കി ചേട്ടൻ വെച്ചിരിക്കുക. അതിൻ്റെ പൊങ്ങും കാര്യങ്ങളും അല്ലേ. സീറ്റുണ്ട് കണ്ടോ, ഒരു ഇരിക്കാനുള്ള സീറ്റ് കണ്ടോ. ഇങ്ങനെ നിവൃത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഒരെണ്ണമാണ് ഇത്. ആരാ ചേട്ടാ കീറിയത്? ഇത് ഇങ്ങനെ ഷീറ്റിന്റെ കാലാവധി പൊതുവെ കീറുമല്ലോ. ഈ ഷീറ്റിനൊക്കെ ഒരു കാലാവധി ഉണ്ട്, അത് കഴിയുമ്പോൾ മാറും. അപ്പോൾ ചേട്ടൻ ഇവിടെ മീൻ മേടിക്കാൻ എപ്പോഴാണ് വരണ്ടേ? രാവിലെ 7 മണി മുതൽ 11 മണി വരെ എത്ര? 7 മണി മുതൽ 11 മണി വരെ അല്ലേ? 11 മണി 10:45 11 മണി വരെ ഉണ്ടാവും. ചില സമയത്ത് രാവിലെ പെട്ടെന്ന് തിരിയും. ഈ വള്ളം എല്ലാം മീൻ പിടിക്കാൻ പോകുന്നതല്ലേ? എപ്പോഴാണ് ഇത് ഇറങ്ങുന്നത്? വെളുപ്പിന് ഒരു 2 മണി വരെ വള്ളക്കാരെല്ലാം പോകും. ചേട്ടൻ ഈ ചെറിയ ഈ സ്പോഞ്ച് പോലത്തെ ഈ വള്ളത്തിന് പോയാലേ എത്ര മണിക്കൂർ മാക്സിമം നമുക്ക് കടലിൽ നിൽക്കാൻ പറ്റും? ഇത് ഒരു മണിക്കൂർ കഷ്ടി, അതിനുള്ളിൽ നമ്മൾ പോയിച്ചും വരും. 1 മണിക്കൂറിനുള്ളിൽ പോയിട്ട് വരും അല്ലേ? എത്ര കിലോമീറ്റർ വരെ പോകും ചേട്ടൻ ഈ സ്പോഞ്ച്? ഒരുപാട് കിലോമീറ്റർ ഒന്നും പോകണ്ടേ. കാര്യം ഇത് ആ കല്ലിന്റെ മേവറം കയറി ഒരു 4 ഭാഗം 5 ഭാഗം തികയാത്ത വെള്ളത്തിൽ കയറി നീട്ടിയാണെങ്കിൽ ആണോ? എന്നാൽ ഈ ചെറിയ സ്പോഞ്ച് ഈ ചെറിയ വെള്ളം ഇത് പോകുന്ന ഭയങ്കര റിസ്ക് അല്ലേ? ചേട്ടൻ നല്ല പ്രാക്ടീസ് അല്ലേ? നമുക്ക് വെള്ളത്തെ പോണതിന് ഉറപ്പാണ്. ഇതല്ലേ ഇത് തെർമോക്കോളല്ലേ? എന്ത് സംഭവിച്ചാലും ഇതൊന്നും അറിയുക, കയറി കിടത്തുന്ന കടലിൽ വെച്ച് തന്നെ നിർത്തിയെടുത്തിട്ട് പോകാം. ഓഹോ. വള്ളമാണെങ്കിൽ മുങ്ങിപ്പോകും. വള്ളമാകുമ്പോ പാടല്ലേ. ഇതാകുമ്പോ ഒരാൾ ഒറ്റക്ക് വേണമെങ്കിലും വെള്ളത്തിൽ നമുക്ക് നീന്തിയാലും മറിയല്ലേ ഇത്. ജസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് നിർത്തിയെടുത്തിട്ട് നമുക്ക് തിരിച്ചു കയറിയിരുന്നുണ്ട് വരാം. ഇതിന് ഒന്നും അറിയൊന്നും ഇല്ല. ഇത് മെയിനായിട്ട് കിട്ടുന്ന മീൻ ഏതൊക്കെയാണ്? കൊച്ചയിലുണ്ട്. കൊച്ചയില, ചമ്പനുണ്ട്. ചമ്പൻ എന്ന് പറഞ്ഞാൽ എന്നാ മീനാ ചേട്ടാ? അറക്കല്ലേ? അറക്ക. അതിന്റെ ചെറുത് ചമ്പൻ. പിന്നെ ചാള എന്ന് പറഞ്ഞാൽ മത്തി. ചെമ്മീനും കിട്ടും അല്ലേ? പരവക്കുഞ്ഞല്ലേ അതും കൂടെ ഇപ്പൊ കിട്ടുന്ന ടൈമാ, സീസൺ ടൈം ആയി. പരവ കുഞ്ഞുങ്ങള്. വലിയ മീൻ കിട്ടുമോ? വലിയ മീനെന്ന് വെച്ചാൽ ഇതിന്റെ കൂട്ടത്തിലുള്ള മീൻ എന്താണോ ആ വല നീട്ടുമ്പോ ഉള്ളത് അത് കിട്ടും. വല ചേട്ടാ സ്പോഞ്ച് എന്ന് കാണിച്ച സ്പോഞ്ച് അല്ലേ അകത്ത്? തെർമോക്കോൾ. അതെ, തെർമോക്കോളാണ്. ഇത് നമ്മൾ കൂട്ടി വെച്ചത് ഇങ്ങനെ കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് ചാക്കല്ലേ? പടുത പോലത്തെ. ഇതെന്തിനാ? വെള്ളം പിടിക്കാതിരിക്കാനാണോ? ഇത് വെള്ളം പിടിക്കാതിരിക്കുക അല്ലേ? ഇത് പഴയ മോഡൽ ഷീറ്റ്. ഒരു റബ്ബറിന്റെ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ അവതലോട്ട്? ഇത് പഴയ മോഡൽ ഷീറ്റ്. ഇത് ഇപ്പോഴത്തെ പുതിയ ഷീറ്റ് അല്ലേ? ഇത് അതിനേക്കാൾ ഇത്തിരി ക്ലൈസിംഗും ഉണ്ട്, ക്വാളിറ്റിയും ഉണ്ട്. വെള്ളം പിടിക്കത്തില്ല. ഒരു വർഷമൊക്കെ മാക്സിമം ഉപയോഗിക്കും. ഒരു വർഷം മാക്സിമം ഉപയോഗിക്കും അല്ലേ?
1 വർഷം 1.5 വർഷത്തിലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് മാറി. ചേട്ടനെ ഈ കുറച്ച് കഴിയുമ്പോഴേ എത്ര ദൂരം അങ്ങോട്ട് പോകും? ഇതിപ്പോ നമ്മളൊരു 4 ഭാഗം 5 ഭാഗം വെള്ളം 6 ഭാഗം വരെയൊക്കെ പോകും. 6 ഭാഗം 6 കിലോമീറ്ററോ? കൈക്കളവ് അല്ലേ? ആഴാണോ? ഇങ്ങനെ കൈകളക്കും. ഓഹോ എങ്ങനെ? ഇങ്ങനെ കൈകളക്കുമ്പോ ഇതാണ് ഒരു ഭാഗം. അതുപോലെ 4 ഭാഗം 5 ഭാഗം വരെയൊക്കെ ആളാവും. അപ്പൊ ഒരു എത്ര കിലോമീറ്റർ വരും അത്? കൂടുതൽ പറഞ്ഞ ഒരു നമ്മൾ നോട്ടിക്കൽ 4-5 കിലോമീറ്റർ ഒക്കെ പോകുമല്ലേ? 5 കിലോമീറ്റർ അല്ല, 5 ഭാഗം പോകും. അതായത് ഒരുപാട് പോകുന്നുണ്ട്. കുറച്ച് പോകുമ്പോ തന്നെ ഈ പറഞ്ഞ 5 ഭാഗം വെള്ളം. ഇതാണ് ഈ സൈഡിൽ ഇരിക്കുന്നതാണ് മല അല്ലേ? ഈ അടിയിൽ വെള്ള ഷീറ്റ് കണ്ടോ? എടുത്ത് മാറ്റി പോയി വീഡിയോ എടുത്തു. അതുപോലെ അല്ലേ? ഇനിയിപ്പോ എപ്പോഴാ പോകുന്നേ? 4 മണി. വെളുപ്പിന് 4 മണിക്ക് പോകും അല്ലേ? 4 മണിക്ക് പോകണമെങ്കിൽ 6 മണിയാകുമ്പോൾ കര വരും. 4 മണിക്ക് പോകണമെങ്കിൽ മീൻ അപ്പൊ തന്നെ നീട്ടിയല്ലേ. നേരെ അടിഞ്ഞും തല്ലി ചാളയും മീനൊക്കെ നോക്കിയിട്ട് 5 മണിയാകുമ്പോൾ നീട്ടും. 6 മണി 6-6:10 കര വരും. പിന്നെ ഇത് കഴിച്ച് 7 മണിയാകുമ്പോൾ ചട്ടക്കട അവിടെ. വേറെ വെള്ളത്തെ പോകും അല്ലേ? അല്ല, ഇത് നമുക്ക് സൈക്കിളുണ്ട്. സൈക്കിളെ തന്നെ വിൽക്കും അല്ലേ? സൈക്കിളെ വെച്ച് കൊടുക്കും. ചാള കിട്ടുവാണെങ്കിൽ 300 കിലോ വരെ കിട്ടും അല്ലേ ചില സമയത്ത്? 300 കിലോ 250 കിലോ ഒക്കെ ഇതിന്മേ മാക്സിമം കൊണ്ടുവരാം. ഇവത്തെ മാക്സിമം അത്ര കൊണ്ടുവരാള്. ഇത് ചാളയൊക്കെ വരുമ്പോ ഗ്രൂപ്പായിട്ടാണോ വരുന്നത്? ഒത്തിരി എണ്ണം ആണോ? ഇനിയുള്ള എല്ലാം വർഷച്ചാളയല്ലേ. അത് കാരണം കരച്ചാളയാണ്. പിന്നെ ചാളപ്പണിയല്ലേ ഉള്ളു കൂടുതലായിട്ട്. ചാളപ്പണി മെയിനായിട്ട് അല്ലേ? അപ്പൊ ചേട്ടാ ഈ ഹാർബറൊക്കെ വന്നു കഴിഞ്ഞാലേ ചേട്ടനൊക്കെ ഈ വള്ളത്തെ ഇറങ്ങാൻ പറ്റുമോ? അപ്പൊ ഈ കല്ലിന്റെ സൈഡിലെ പണി ഈ ഉടക്കുവല ഇടും അല്ലേ? പിന്നെ നമ്മൾ വള്ളത്തിലോട്ട് വലിയ ബോട്ടിലോട്ടൊക്കെ മാറും അല്ലേ? വലിയ ബോട്ടെ മാറണമെന്നില്ല, ചെറിയ വള്ളം ഇടും. അതല്ലെങ്കിൽ കല്ലിന്റെ സൈഡിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ ഞണ്ട് എല്ലാ ജാതി മീനും ഉണ്ടല്ലോ. കല്ലിലുണ്ടാകുന്ന സകല മീനും അതുമേലുണ്ടാവും. നമുക്ക് കടലിൽ ഇറങ്ങാൻ പറ്റാത്ത കടൽക്ഷോഭം ഉള്ളതൊക്കെ ഏത് മാസമൊക്കെ അതാണ് കടൽക്ഷോഭം ഉള്ളത് അടുത്ത മാസം അല്ലേ? ജൂണിന് കടൽക്ഷോഭം ഉണ്ട്. ജൂണിൽ ഇളകിയ 56 ദിവസം ട്രോളിങ്. ബോട്ടുകാർക്കും പോകാൻ പറ്റില്ലല്ലോ. പിന്നെ 56 ദിവസം ട്രോളിങ് ഉണ്ട്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു കിടന്നാൽ മതി. ചെറിയ സ്പോഞ്ച് ബോട്ട് ഇത് സ്പോഞ്ച് ഇറങ്ങുന്നതിന് കൂടുതലാണ് പോകുന്നത്. നമ്മള് നേരെ നോക്കിയിട്ടാ പോകുന്നത് അല്ലേ? വാർത്തയൊക്കെ കേട്ടിട്ടാണോ പോകുന്നത്? അതോ ഫോണൊക്കെ കൊണ്ടുപോകുമോ? ഫോൺ കൊണ്ടുപോകണേ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ അത് തയ്ച്ച് വെച്ചോണ്ടിരിക്കുന്നു. അതിമനോഹരമായി കണ്ടോ ഈ വള്ളങ്ങളെല്ലാം ഇറങ്ങാൻ കിടക്കും. ഈ വള്ളങ്ങളൊക്കെ എത്ര കിലോമീറ്റർ പോകും? നല്ല ദൂരം പോകില്ലേ? ഇവര് ഒരു ദിവസം കൊണ്ട് വരുമോ അതോ രാവിലെ പോയിട്ട് വൈകിട്ട് വരും അല്ലേ? രാവിലെ വൈകിട്ടല്ലേ? രാവിലെ വെളുപ്പിനെ പോയിട്ട് 9-10 ഈ പറഞ്ഞ പോലെ 6-7 മണിയാകുമ്പോൾ ചാള കിട്ടിയാൽ രാവിലെ വരും അല്ലേ? അപ്പം ഇവര് രാവിലെ 2 മണിക്ക് പോയി കഴിഞ്ഞാൽ 7-8-9 മണിയാകുമ്പോൾ തിരിച്ചു വരും. മീൻ കിട്ടിയാണെങ്കിൽ അത് രാവിലെ വരും അല്ലേ? ഇവരെത്ര കിലോമീറ്റർ വരെ പോകും ഈ വലിയ വെള്ളം? ഈ വള്ളങ്ങൾ ഒരുപാട് ഒരു 10-15 കിലോമീറ്റർ പോകും അല്ലേ? അത് മീനുണ്ടെങ്കിൽ മീൻ അതിന്റെ കരവശം മീൻ കിട്ടിയാണെങ്കിൽ ചെറിയ വെള്ളമൊക്കെ 7 വെള്ളം വരെ ഉള്ളു. ഇങ്ങനെ ചെറിയ വെള്ളം. വല ഇറക്കുന്നു വള്ളത്തെ പോകാൻ വേണ്ടി കണ്ടോ. വെള്ളത്തെ പോകാനുള്ള വല ഇറക്കാനുള്ള കയറൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഉണ്ടോ? ഓട്ടോയിലാണ് കൊണ്ടുവരുന്നത്. ഉണ്ടോ? ഇതുപോലെ ഓട്ടോയിൽ കൊണ്ടുവന്ന് അവരെല്ലാവരും കൂടെ കൂടി ഒന്നിച്ച് എടുക്കുന്നുണ്ടോ? ഭയങ്കര മലയാണ്. കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വലയെല്ലാം വൃത്തിയാക്കി ഉടക്കെല്ലാം അഴിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് വണ്ടിയിൽ നിന്ന് വള്ളത്തിലോട്ട് മാറ്റുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
കണ്ടോ വല വള്ളത്തിലോട്ട് മാറ്റുവാണ്. ഈ വല വള്ളത്തിലോട്ട് മാറ്റുവാണ്. കൊണ്ടുവന്നു അതിമനോഹരമായ കാഴ്ച. ആ നല്ല റെഡിയാക്കി, നല്ല വെയിറ്റ് ഉണ്ട്. വള്ളത്തിലോട്ട് കയറ്റുന്ന ദൃശ്യമാണ് കാണുന്നത്. വല സീസൺ ആയതുകൊണ്ട് വലയെല്ലാം മാറി പുത്തൻ വല ആക്കി കൊണ്ടുവരുന്ന ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. എല്ലാ വലക്കാരും അങ്ങനെയാ അല്ലേ? ഇനിയിപ്പോ സീസൺ പണിയല്ലേ? സീസൺ പണിയായി. പഴയ വലയൊക്കെ മാറി പുതിയ വല കയറ്റി വലക്കെ കേടുപാടെല്ലാം തീർത്തു വരുന്ന സമയമാണ്. ഇത് ചേട്ടൻ പിന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നാ വിലയാവും ചേട്ടാ ഈ സ്പോഞ്ച് മേടിക്കുന്നത്? ഇത് പല വിലയുണ്ട്. ഏറ്റവും കുറഞ്ഞ 4000 ഇപ്പൊ അത് 8000 രൂപയുടെ പീസാണ്. ഓ, ഈ ചാർജ് വെച്ചിരിക്കുന്നത് 8000 രൂപയുടെ പീസല്ലേ? പീസ് മാത്രം. ഇത് ഇണക്കി വരുമ്പോ 13000 രൂപയാണ്. ഓഹോ. ഇതിന്റെ ബലം എന്ന് പറയുന്നത് 4 കമ്പിയാണ്. അകത്ത് 4 കമ്പി ഇട്ടിട്ടുണ്ടല്ലേ? സ്പോഞ്ചിനകത്തല്ലേ? സ്പോഞ്ചിന്റെ ഇവിടെയും 2 കമ്പി, ഇവിടെയും 2 കമ്പി ഉണ്ട്. ഇതിന്റെ അകത്ത് ഈ കറുപ്പ് ഷീറ്റിന്റെ അകത്ത്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഉണ്ടാകെ ആ ഒരു നടുക്ക് വെച്ചിരിക്കുന്ന റോപ്പ് റോപ്പിന്റെ സൈഡിൽ ചെന്ന് പിടിച്ചു നോക്കി അകത്ത് കമ്പിയുണ്ട്. കമ്പിയുണ്ട്. ആ കമ്പി എല്ലാം കൂടെ 13000 രൂപയാവും. ഷീറ്റ് ഈ ഒരു ഷീറ്റിന്റെ 1 മീറ്ററിന് ഈ ചെറിയൊരു സ്പോഞ്ചിന് പോലും 13000 രൂപ ഇണക്കി വരുമ്പോ അല്ലേ? പിന്നെ ഇത് ഷീറ്റിന്റെ 1 മീറ്ററിന് 80 രൂപയാണ്. ഈ ഒരു ഷീറ്റ് കറുത്ത ഷീറ്റിനല്ലേ 80 രൂപ? പുതിയ ഇറക്കം, ഈ വർഷത്തെ ഇറക്കം, പഴയതായിരുന്നു. ചേട്ടാ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഹെബിൻ എന്നാണ്. ഹെബിൻ. അപ്പം ചേട്ടനോടാണ് ഇത്രയും നേരം സംസാരിച്ചത്. ചേട്ടാ ഈ ബീച്ചിന്റെ പേരൊന്ന് പറയാമോ? ചെത്തി ബീച്ച്. ചെത്തി ബീച്ച്. ഇവിടെ തന്നെ 2 ബീച്ചുണ്ട്. ഇതിന്റെ അപ്പുറത്തെ ഇല്ല ഇത് ചെത്തി ബീച്ച് മാത്രമേ. അപ്പുറത്ത് ആ കാണുന്നോ? അത് ഇത് ചേന്നൂല് എന്ന് പറയും. ചെത്തി ബീച്ചിന്റെ ഭാഗം. എന്നാലും മെയിനായിട്ട് പറയുന്ന ബീച്ച് ഏതാ? ഇത് തന്നെ ചെത്തി ബീച്ച്. ഇതിന്റെ അപ്പുറം പിന്നെ അവിടെ മാരാരി ബീച്ച് ഉണ്ട്. അവിടെയാണ് ആളെല്ലാം വന്നത് ഇങ്ങണത്. ഓ, അവിടെ ടൂറിസ്റ്റുകളാ വരുന്നത്. ഈ ഹാർബർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതാണ് ഹാർബർ, ചെത്തി ഹാർബർ അല്ലേ? അവിടെയും കച്ചവടം ഉണ്ട് തിങ്കൾ തൊട്ട്. അപ്പൊ അത് ഹാർബർ കാണാൻ മീൻ മേടിക്കണ നിങ്ങൾ ഇവിടെ പറഞ്ഞു. ഇത് ഇവിടെ എന്താ ചേന്നൂലില്ലേ? ഓക്കെ ചേട്ടാ, താങ്ക് യു. രാവിലെ വരികയാണെങ്കിൽ രാവിലെ വരുവാണെങ്കിൽ ഓക്കെ. ഇത്ര വില കൂടുതലാകാനും സാധ്യതയുള്ളൂ. കാര്യം ചാളക്ക് എന്നാ വില ചേട്ടാ കിലോ? 1 കിലോ 80 രൂപ 70 രൂപ വില. 80 രൂപ 70 രൂപ വില അല്ലേ? പക്ഷെ ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ സാധനം കിട്ടും. അല്ല, നിങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ പിടിക്കണ മീൻ ഐസ് ചെയ്യാതെ കൊണ്ടുപോകും. ഐസ് ചെയ്യാതെ കൊണ്ടുപോകല്ലേ? ചള്ളായി പോകത്തില്ല. ബീച്ചിൽ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളാണ്. വെളുപ്പിന് 2 മണിയോടുകൂടി ഈ വള്ളങ്ങളെല്ലാം കടലിലിറങ്ങും അല്ലേ ചേട്ടാ? 2 മണിയോടുകൂടി കണ്ടോ വളരെ ശാന്തമായത് ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും. അതിവിശാലമായ അറബിക്കടലിലോട്ട് ചെത്തി ബീച്ചിൽ നിന്ന് മനോഹരമായത് ഓളപ്പറപ്പിലൂടെ ഇറങ്ങിപ്പോകും. എത്ര വള്ളങ്ങളാണ് നിരന്ന് കിടക്കുന്നത്. നമ്മൾക്ക് മീൻ തരാൻ വേണ്ടി വെളുപ്പിനെ തന്നെ ഇത് കൊടിയൊക്കെ കെട്ടി കണ്ടോ? കൊടിയൊക്കെ കെട്ടി ഓരോന്നിനും ഓരോ പേരുണ്ട്. 10-15 പേരാണ് ഓരോ വള്ളത്തിന് പോകുന്നത്. കണ്ടോ വള്ളത്തിൻ്റെ ആൾക്കാർ ഇതേ അവിടെ വന്നിരിക്കുന്നു. പുതിയ സീസണായതുകൊണ്ട് പുതിയ വലയൊക്കെ ഇണക്കി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു തകർപ്പം പരിപാടി നടത്താൻ വേണ്ടി ഒരു ചാകരയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇവിടെ ചേട്ടന്മാർ കുറേ നേരമായി വലയ്ക്ക് ഇണക്കിയ പുതിയ വലയുമായി എത്തിയിരിക്കുകയാണ്. അത് വെളുപ്പിന് 2 മണിയോടുകൂടി ഇവർ
നമ്മുടെ ഓളപ്പരപ്പിലൂടെ അറബിക്കടലിലോട്ട് ഇറങ്ങും. കണ്ടോ എത്ര മനോഹരം, ഓരോ രാജ്യത്തിൻ്റെ പതാക പോലെ. കണ്ടോ കൊടികൾ, ഈ കൊടികളാണ് കണ്ടോ കരുത്തന്മാരായ മുക്കുവരുടെ വള്ളങ്ങൾ. കണ്ടോ നിരന്ന് കിടക്കുന്നു. എന്ത് രസമാ, ഓരോന്നിനും ഓരോ പേരുകൾ. കണ്ടോ ഏകദേശം വെളുപ്പിന് 2 മണിയോടുകൂടി ആഴക്കടലിലോട്ട് ഇവർ നമുക്ക് വേണ്ടി മത്സ്യങ്ങളെ തേടി ഇറങ്ങുകയാണ്. ഇവരുടെ ഉപജീവന മാർഗമാണ്. വല ഇണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീൻ ഇതാണ്. വെളുപ്പിന് 2 മണിക്ക് വല ഇറക്കാൻ വേണ്ടി പുതിയ സീസണിൽ ചാകര പിടിക്കാൻ വേണ്ടി ചാകര കിട്ടുവാൻ വേണ്ടി കണ്ടോ കണ്ടോ ചാകര അടിക്കാൻ വേണ്ടി പുതിയ വല ഇണക്കിക്കൊണ്ടിരിക്കുന്നു. വെളുപ്പിന് 2 മണിക്ക് നാളെ ചാകര അടിക്കുന്നതായിരിക്കും. അടിക്കട്ടെ. ഓളപ്പരപ്പിലേക്ക് ഇറങ്ങുന്നു. ആ ചേട്ടൻ പറഞ്ഞാൽ നാളെ ചാകര അടിക്കുന്നതായിരിക്കും. കണ്ടോ അടിപൊളി. ഇങ്ങനെ ഈ ഓളപ്പരപ്പിലിറങ്ങി അറബിക്കടലിൽ നിന്ന നല്ല മത്സ്യങ്ങളുമായി ചാകര പിടിക്കുന്നതായിരിക്കും. ഇത് കണ്ടോ രാവിലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മീൻ മേടിക്കാം. നല്ല ഐസിടാത്ത ചാകര നല്ല മീൻ മേടിക്കാം. അപ്പോൾ ഓക്കെ ബായ്. ചാകര അടിക്കട്ടെ, എല്ലാവർക്കും ചാകര, എല്ലാവരും സന്തോഷിക്കട്ടെ. ഓക്കെ ചേട്ടാ, ഭയപ്പെടേണ്ട, നാളെ ചാകര ഉറപ്പാ. പല ശരിക്കും അങ്ങ് കെട്ടിക്കോ. ഇത് കണ്ടോ കൊടി പാറുന്നത്, കൊടി പാറി വരും, കൊടി പാറി വിജയക്കൊടി പാറിച്ച് വരും കേട്ടോ. ഇത് കണ്ടോ അതിമനോഹരമായ അറബിക്കടൽ, ചെത്തി ബീച്ച്. എല്ലാവരും വരിക, ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഈ ടെട്രാപോഡിൻ്റെ പണി, ഇത് ഹാർബർ പണി നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ വലിയ സൈസുള്ള ടെട്രാപോഡുകൾ. അവിടെയെല്ലാം അങ്ങോട്ട് നോക്കി, അവിടെയെല്ലാം ടെട്രാപോഡ് വന്നു. ഇനിയിപ്പം വലിയ ബോട്ടുകളൊക്കെ എടുക്കും ദൂരെ, അതായത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പോയി മീൻ പിടിച്ചുകൊണ്ട് വരുന്ന ബോട്ടിനൊക്കെ അടുക്കാൻ വേണ്ടിയാണ് ഹാർബർ വന്നിരിക്കുന്നത്. ഹാർബർ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാവും, ഒരു ഹാർബറാവും. വലിയ ബോട്ടും വള്ളങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് അടുക്കാൻ സാധിക്കും. കണ്ടോ അതിമനോഹരമായിട്ട് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ വളരെ മനോഹരമാണിത്. ലോറികളൊക്കെ കണ്ടോ അത് വളരെ ഫാസ്റ്റായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്യുന്ന ലോറികളെ ഇത് കണ്ടോ, ഇത് അവിടെ ഇങ്ങോട്ടെല്ലാം ഇഷ്ടംപോലെ ലോറികളും ക്വാറികളും എന്തുമാത്രം കല്ലാണ് ഇങ്ങ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു. നോക്കി കടലിൽ കൊണ്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല മനോഹരമായ ദൃശ്യം കേട്ടോ. ഇതാണ് ചെത്തി ബീച്ച്. ആലപ്പുഴ ജില്ലയിലാണ് ഉള്ളത്, ചേർത്തല അടുത്താണ്. കണ്ടോ ഇവിടെ വന്നാലാണ് നമുക്ക്, ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് മാരാരിക്കുളം ബീച്ച്. കണ്ടോ പക്ഷെ മത്സ്യം മേടിക്കണമെങ്കിൽ ഇവിടെ വരണം. ഈ ബോട്ടുകളെല്ലാം ഇങ്ങനെ കിടക്കുന്നു, അതിമനോഹര. തിരമാല ഇങ്ങനെ ഉയരുന്നു കണ്ടോ. നമുക്കെന്നാ ഇതുകൊണ്ടൂടെ കടലിൻ്റെ അങ്ങേയറ്റം ടെട്രാപോഡൊന്ന് കണ്ടാലോ. മണ്ണും കല്ലുകളും ഒക്കെ ഇറക്കിയിട്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കടലിൻ്റെ സൈഡിൽ പാകി ഹാർബർ നന്നായിട്ടുണ്ടാക്കാൻ വേണ്ടിയാണ്. കണ്ടോ ടെട്രാപോഡുകൾ നിരന്നിരിക്കുന്നു, അതിമനോഹരമായി. കണ്ടോ അവിടെ JCBക്ക് കല്ലെടുക്കുന്ന കണ്ടോ, ടെട്രാപോഡ് എടുക്കുന്ന. അപ്പം നമുക്ക് അങ്ങോട്ടേ ആ നീളം നമുക്കൊന്ന് പോയിട്ട് വരാം. ഈ കടലിൻ്റെ അതിമനോഹരമായ ദൃശ്യം നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ ഇങ്ങോട്ടൊക്കെ വഴി ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ്. ഇങ്ങനെ മണ്ണ് കൊണ്ട് അടിച്ച് ഇത് കടലിൻ്റെ ഇത് നികത്തി എടുത്തിട്ടാണ് കടൽ ഇങ്ങോട്ട് വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് കല്ലും മണ്ണും ഒക്കെ കൊണ്ടത് അടുക്കിയിരിക്കുന്ന അതിമനോഹരമായ വഴി. ഈ വഴിയിൽ കൂടെ നമുക്ക് പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അറ്റത്ത് പോയി നമുക്ക് കാണാം. കണ്ടോ ടെട്രാപോഡ് കണ്ടോ നല്ല കോൺക്രീറ്റ് ചെയ്ത് ഇരിക്കണുണ്ടോ. ഇതെല്ലാം ഇനി JCB ക്രെയിൻ വെച്ച് പൊക്കിയാണ് അടുക്കുന്നത്. മനോഹരമായ ബീച്ച്.
അതിമനോഹരമായ ബീച്ച്, ചെത്തി ബീച്ച് വളരെ മനോഹരമാണ്. ഉണ്ടോ, മത്സ്യസമ്പത്തിനാൽ സമൃദ്ധമാണ് നമ്മുടെ ഈ ബീച്ച്. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ നമുക്ക് ധാരാളം ലേലം പിടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നാട് ജീവനുള്ള മത്തി, ഐസിടാത്ത മീനുകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതിമനോഹരമായ, കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ, അടിപൊളി. ഇനി നമുക്ക് ഈ ഇതിൻ്റെ അങ്ങേ അറ്റത്തൊന്ന് നടന്നു പോയി നോക്കാം. ഇതാണ് ബീച്ചിൽ, കണ്ടോ വഴി നികത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഹാർബറിൻ്റെ വഴിയാണ്. കണ്ടോ, കല്ലടുക്കുകൾ ഉണ്ടാക്കി മണ്ണടിച്ച് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഹാർബർ, അടിപൊളി. നമ്മൾ അങ്ങേ അറ്റത്ത് പോകുവാണ്. നിങ്ങൾക്ക് വ്യൂ ക്രെയിൻ വർക്ക് നടക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഹാർബറിൻ്റെ പണി എന്തുമാത്രം, ഒരു 3 വർഷത്തിനുള്ളിൽ ചിലപ്പം തീരുമായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടോ നല്ല തിരയടിച്ച് കയറുന്നു. ഓരോ ചെറു വള്ളങ്ങളൊക്കെ ഫിഷിങ്ങിന് വേണ്ടി പോകുന്നുണ്ടോ, അതെ വള്ളങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ വഴി അങ്ങ് അറ്റം വരെ ഉണ്ട്, കാണിക്കാം. കടലിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. നടുക്കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ വഴി. ആഹാ, വലിയ പാറക്കല്ലുകൾ കണ്ടോ, വലിയ ടോറസിന് ക്രെയിനുമൊക്കെ കൊണ്ട് കടലിൻ്റെ സൈഡിൽ പാകി നിർത്തിയിരിക്കുക. കണ്ടോ, ഒരു ചേട്ടൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ സൈഡിൽ. നല്ല രസമുണ്ട് കാണാൻ. ചേട്ടാ ഏതൊക്കെ മീനാണ് ചേട്ടാ കിട്ടുന്നത് സാധാരണ? ചെമ്പല്ലിയും കറുവയോ? കറുവപ്പൂ, അതെന്ത് മീനാ അതിന്? അമൂർ അല്ലേ. പിന്നെ സ്രാവൊക്കെ കിട്ടുമോ? തീറ്റ എന്നാ ഇട്ടിരിക്കുന്നത്? മത്തി ചാള കോർത്താണ് ഇട്ടിരിക്കുന്നത്. വിഷം ചൂണ്ടയാണ്. നോക്കിക്കേ, നിസാര സ്ഥലത്തല്ല ചൂണ്ടയിടുന്നത്. കടൽ ഇതേ ഈ പാറക്കല്ലിൻ്റെ പുറത്തിരുന്നാണ് ചേട്ടൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വരെ ചേട്ടാ ഇങ്ങനെ ചൂണ്ടയിടാൻ? കണ്ടോ, ചെത്തി ഹാർബറിൽ ഇരുന്നത് സുഖമായിട്ടിരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മീൻ ഇടയ്ക്ക് കിട്ടുമല്ലേ? കണ്ടോ, സമയം എടുക്കുമല്ലേ? 1 മണിക്കൂറൊക്കെ എടുക്കും. വളരെ ക്ഷമയാണ് മീൻ പിടിക്കുന്നവർക്ക് വേണ്ടത്. ചിലപ്പം വരുമ്പോഴേ കിട്ടും, ചിലപ്പം വൈകുന്നേരം വരെ ഇരിക്കേണ്ടി വരും. ചേട്ടൻ നല്ല വെയിലടിക്കുന്ന സമയത്താണ് ഇരിക്കുന്നത്. കണ്ടോ, ചൂണ്ടയിട്ടുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ ആ എൻഡിങ്ങിലോട്ട് നടന്നു നീങ്ങുകയാണ്. 2 കടലിനെയും കൂടെ നടുക്കൂടെ ടെട്രാപോഡ് ഇട്ടിരിക്കുന്ന ഈ വഴി ഉണ്ടാക്കിയ നടുക്കൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. മനോഹരമായ കാഴ്ച. സൈഡിലെ കാഴ്ച കണ്ടോ, വള്ളങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിക്കിടക്കുന്നു. ഇതുപോലെ തന്നെ അവിടെയും ടെട്രാപോഡ് കൊണ്ട് ഹാർബർ പൂർത്തിയായി വരുന്നു. ഇതാ ഞാൻ 360 വ്യൂ കാണിക്കുവാണ്. കണ്ടോ, ഇതാണ് ചെത്തി ഹാർബർ. അടിപൊളിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര മനോഹരമായ, ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാം, കടലിലിറങ്ങാം, മീൻ പിടിക്കുന്ന കാണാം. അടിപൊളി, നല്ല ബീച്ച്, നല്ല വെള്ളം. കടൽ വെള്ളമാണെങ്കിൽ നല്ല ക്ലിയർ വാട്ടറാണ്. അതിമനോഹരമായ ദൃശ്യം. കണ്ടോ, ഇവിടെ തിരമാല കയറാതിരിക്കാൻ വേണ്ടി കണ്ടോ, ഇത് 2 സൈഡിലും വലിയ പാറക്കല്ലുകൾ കൊണ്ടുപോയിട്ട് കടൽ ഭിത്തി കിട്ടി സംരക്ഷിച്ചിരിക്കുക. ഇത് കണ്ടോ, ഇവിടെ ഇരുന്ന് ചൂണ്ടയിടാം. കണ്ടോ, മുമ്പേ കണ്ടോ, ഇവിടെ ഇരുന്ന് സുഖമായിട്ട് ചൂണ്ടയിടാം. കണ്ടോ, ക്രെയിൻ ഉപയോഗിച്ച് കല്ലുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങാകലെ കണ്ടോ ക്രെയിൻ, കണ്ടോ. ആഹാ, മനോഹരമായ ആകാശം. ഇത് ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നവരാണ് സമാധാനത്തോടു കൂടി ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ മീൻ ഇടുമ്പോഴേ കിട്ടാം, ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരുന്നാലേ മീൻ കിട്ടുകയുള്ളൂ.
മീൻ ചൂണ്ടയിടുന്നത് കടലിൽ ഇതൊക്കെ ഒരു സന്തോഷമാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചൂണ്ടക്കാരെല്ലാം വളരെ സന്തോഷത്തോടും, ചിലപ്പോൾ ഈ കല്ലേലൊക്കെ പിടിച്ച് ചൂണ്ട ഉടക്കി ചൂണ്ട പൊട്ടിപ്പോകും, പിന്നെ ചൂണ്ട മേടിക്കേണ്ടി വരും. എന്തായാലും ഇവരെല്ലാം എൻജോയ് ചെയ്യുന്നു. ഇതിൻ്റെ അങ്ങേ എൻഡിങ് വന്നിട്ടിരിക്കുകയാണ് ഈ ഹാർബർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ. രണ്ട് സൈഡിലും കടലാണ്. ഇത്രയും 1 കിലോമീറ്ററോളം 1.5 കിലോമീറ്ററോളം മാറി ഇത് എൻഡിങ് വന്നിരിക്കുകയാണ്. എൻഡിങ് എന്ത് മനോഹരമാണ്. ഇത് നല്ല രസമുണ്ടല്ലേ. അങ്ങ് എൻഡിങ് പോകാം. കണ്ടോ, 1 കിലോമീറ്ററോളം ഞങ്ങളിപ്പോൾ നടന്നു വന്നിരിക്കുക. അതെ, ഇതിൻ്റെ എൻഡിങ് കണ്ടോ, വലിയ ക്രെയിൻ ഉപയോഗിച്ച് കല്ലുകൾ പാകിക്കൊണ്ടിരിക്കുക. വലിയ പാറക്കല്ലുകളും ടെട്രാപോഡും പാകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനോഹര. എൻഡിങ്ങിൽ പോയി കാണിക്കാം. വലിയ കടൽ കണ്ടോ, വലിയ ടെട്രാപോഡുകളും വലിയൊരു ക്രെയിൻ ഉപയോഗിച്ച് പായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് കടലിൽ ടെട്രാപോഡ് പാകുന്നത്. ഇങ്ങനെ ടെട്രാപോഡിലോട്ട് ക്രെയിനിൻ്റെ ചങ്ങല ഘടിപ്പിച്ചിട്ട് ഈ ക്രെയിൻ കണ്ടോ, ഈ ക്രെയിൻ ഇങ്ങനെ മേളോട്ട് കപ്പയെ പൊക്കി എടുത്തോണ്ട് പോകും. പൊക്കി എടുത്തുകൊണ്ട് പോയിട്ട് ആണ് ഈ സൈഡിൽ കടലിൻ്റെ സൈഡിൽ ഇങ്ങനെ പാകുന്നത്. ഇങ്ങനെ പാകും സൈഡിലോട്ട്. ഇതാണ് ഇതിൻ്റെ ഹാർബറിൻ്റെ എൻഡിങ് ഭാഗം. ഇതാണ് കണ്ടോ, ഇങ്ങനെ തൂക്കി എടുത്ത് പാകിയിട്ടതാണ് ഈ ടെട്രാപോഡ്. കണ്ടോ എല്ലാം ഇങ്ങനെ വളരെ സ്പീഡിൽ വർക്ക് നടന്നത്. ഒരു 3 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുമെന്ന് തോന്നണേ. ഉണ്ടോ നല്ല എൻഡിങ്. ബോട്ടുകളും വേണ്ട ടെട്രാപോഡ്. ഇത്രയും നമ്മൾ വന്നത് അങ്ങ് അകലെന്നാണ് വന്നത്. കേട്ടോ, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങ് അകലേന്ന് വന്നു 1 കിലോമീറ്ററോളം കടലിൽ കൂടെ ഇറങ്ങി നടന്ന് വന്നിരിക്കുന്നത്. 1 കിലോമീറ്ററോളം ഇങ്ങ് പോകുന്നു. കണ്ടോ, നല്ല തിരമാലകൾ അടിച്ച് വരും. അറബിക്കടലിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അറബിക്കടലിൻ്റെ ഏകദേശം നടുക്കാണ് നിൽക്കുന്നത്. കണ്ടോ, ഈ വഴി വന്ന് ഈ ടെട്രാപോഡ് ഈ ഹാർബർ വന്ന് അറബിക്കടലിൻ്റെ ഏകദേശം നടുക്കാണ് നിൽക്കുന്നത്. എത്ര കിലോമീറ്ററുകൾ പോന്നിരിക്കുന്നത്. 2 സൈഡിലും കടൽ. ഇതിൻ്റെ ഏറ്റവും എൻഡിങ്ങിൽ നിന്ന് ഞാൻ എടുത്തുതരാം. കണ്ടോ, ഇതാണ് ഏറ്റവും എൻഡിങ്. ഏറ്റവും എൻഡിങ്ങിൽ നിന്ന് ടെട്രാപോഡിൻ്റെ ഏറ്റവും എൻഡിങ്ങിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. കണ്ടോ, ഏറ്റവും എൻഡിങ്. ഇതല്ല ഏറ്റവും എൻഡിങ്. അതിമനോഹരമാണ്. കണ്ടോ, കടലടിച്ച് കയറുന്നു. വെള്ളം അടിച്ച് കയറുന്നു. വല വീശാൻ പോവാണ്. ഇതാ ചേട്ടൻ ആഴക്കടലിലോട്ട് ഇറങ്ങി വല വീശാൻ പോവാണ്. വീശി എറിഞ്ഞു. വലയെറിഞ്ഞു. നമുക്ക് നോക്കാം മീൻ വല്ലതും കിട്ടിയോന്നു. വലിച്ചെടുക്കുന്നു. നോക്കാം വലയിൽ വല്ല മീനും കൊണ്ടു എന്നു. വീശുവല വലിച്ചെടുക്കുന്നു.
അതാ കയറി മല കുടയുന്നു. ഒന്നുമില്ല വഴിയിൽ. അടുത്ത വലയ്ക്കതൊന്നുമില്ല. അടുത്ത വല റെഡിയാക്കാൻ വേണ്ടി പോകുന്നു. കണ്ടപ്പോൾ ആ സ്പോഞ്ച് വള്ളത്തെ ഇറങ്ങാനിരുന്ന ചേട്ടനാണ് അത് റെഡിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ചേട്ടനോട് യാത്ര പറയുകയാണ്. ഓക്കെ ചേട്ടാ. അപ്പോൾ അത്രയും കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് നന്ദി. അപ്പോൾ മീൻ മേടിക്കണ എപ്പോൾ വരണം? രാവിലെ 7:30 ആകുമ്പം. ചേട്ടനെ മീൻ മേടിക്കണ എപ്പോൾ വരണം? ഈ സമയത്ത് വരണം. മറ്റേ ചാള മേടിക്കാം അല്ലേ? ചാള മത്തി 7 മണിക്ക് വരണം അല്ലേ? അപ്പോൾ ഓക്കെ ബൈ ചേട്ടാ. ഓക്കെ ബൈ. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേര് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി. ചെത്തി ബീച്ച്. ഇത് വളരെ ഫേമസ് ആണ്. നേരിട്ട് അല്ലേ? ആലപ്പുഴയിലെ ഏറ്റവും നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. ഇനി ഹാർബറും കൂടെ വന്നു കഴിയുമ്പോൾ 3 വർഷത്തിനുള്ളിൽ ഇതെല്ലാം ഫേമസ് ആവും. അപ്പോൾ ഓക്കെ, താങ്ക് യു.